നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി സർക്കാരിന്റെ അഴിമതിയുടെ കെട്ട് ദിനംപ്രതി അഴിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒന്നിനു പുറകെ ഒന്നായി മോദി ഉദ്ഘാടനം ചെയ്ത എല്ലാം തകർന്നു വീഴുകയാണ് ചെയ്യുന്നത്. വലിയ വീരവാദം മുഴക്കി പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി നേരിട്ട് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങി ഒടുവിൽ സഖ്യകക്ഷികളുടെ കാരുണ്യത്തിൽ സർക്കാർ കെട്ടിപ്പൊക്കിയെങ്കിലും ആ സർക്കാരിന് അധികകാലം ആയുസ്സില്ല എന്ന് തെളിയിക്കുക തന്നെയാണ് ഓരോ ദിവസം കഴിയുന്തോറും. ദിനംപ്രതി പുറത്തു വരുന്ന വാർത്തകൾ മുഴുവനും മോദിക്കെതിരെ ഉള്ളതാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതിൽ ബീഹാറിലെ കാര്യം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ 5 പാലങ്ങളാണ് 11 ദിവസത്തിനുള്ളിൽ പൊളിഞ്ഞു വീണത്. തകർന്നു വീണ പാലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാം 5 പാലങ്ങളിൽ 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാമീണ റോഡ് പദ്ധതി പ്രകാരമാണ് നിർമ്മിച്ചതെന്ന്. ഉറപ്പും കരുത്തുമില്ലാതെ ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെയാണ് പാലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ജൂൺ 18-ന് അരാരയിൽ വക്ര നദിക്ക് കുറുകെ പൊളിഞ്ഞു വീണ പാലത്തിന്റെ നിർമ്മാണ ചിലവ് 12 കോടി രൂപ. ജൂൺ 23-ന് കിഴക്കൻ ചമ്പാരനിൽ തകർന്നു വീണ പാലത്തിന്റെ ചിലവ് 1.5 കോടി. ഈ അവസാനം ജജൻപൂരിൽ തകർന്നു വീണ പാലത്തിന്റെ ചിലവ് വരുന്നതോ 3 കോടിയോളം രൂപ. അങ്ങനെ ഏകദേശം ഒരു മഴയിൽ പൊളിഞ്ഞു വീഴുന്ന മോദിയുടെ വികസനത്തിന്റെ നഷ്ടം കോടികളാണ്. 77 മീറ്റർ നീളമുള്ള ഏറ്റവും പുതിയ പാലത്തിൽ 2 തൂണുകൾക്കിടയിലുള്ള നീളമുള്ള ഗാർഡിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. പാലം തകർന്നത് പൊതുജനങ്ങൾ അറിയാതിരിക്കുവാൻ തകർന്ന ഭാഗം പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിരുന്നു ഭരണകൂടം. സംസ്ഥാന ഭരണമാണെങ്കിലും കേന്ദ്ര ഭരണമാണെങ്കിലും രണ്ടും BJPയുടെ കൈകളിലാണ്. മോദി തുടങ്ങി വെച്ച എല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് സമീപ ദിവസങ്ങളിലായി കണ്ടുവരുന്നത്. ലോകത്തിലെ 12ാമത്തെ നീളം കൂടിയ പാലം എന്ന ബഹുമതിയോടെ കെട്ടിപ്പൊക്കിയ അടൽ സേതു മുതൽ ബീഹാറിലെ ചെറു പാലങ്ങൾ വരെ പൊളിയുന്നതും വിള്ളൽ വീഴുന്നതും മോദി ഭരണത്തിൽ തന്നെയാണ്. പാലം മാത്രമല്ല, മോദി വികസനത്തിന്റെ പേരിൽ കെട്ടിപ്പൊക്കിയ ഓരോന്നും തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ വികസനത്തിനായി എന്ന് പറഞ്ഞ് പണി കഴിപ്പിച്ച പലതിലും വലിയ തോതിലുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന സത്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനിയും എന്തൊക്കെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അഴിമതി കാണിച്ചിട്ടുണ്ട് എന്നത് വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ജനങ്ങൾക്ക് വേണ്ടി കെട്ടിപ്പൊക്കിയത് എന്ന് പറഞ്ഞ സംവിധാനങ്ങൾ വഴി ജനങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ഈ കൊള്ളരുതായ്മയ്ക്ക് മോദി സർക്കാർ ഉത്തരം പറഞ്ഞേ പറ്റൂ.